അണ്ണന് പോലെ കുഴപ്പമെന്ന് വെച്ചാൽ അണ്ണൻ ദേഷ്യം വരുമ്പം ആ ദേഷ്യം അത് പുറത്തെടുത്ത് കളയണം. കളയാൻ വേണ്ടി കൈ എടുത്ത് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇങ്ങനെ വീശും. അപ്പം ചിലപ്പോൾ ഭിത്തിയിലങ്ങ് തട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ മേളിലോ എങ്ങനെയെങ്കിലും കൈ വീശുമ്പം ഇപ്പം ഈ ശിവചേട്ടൻ കയറി വരുന്ന പോലെ ഞാൻ കയറിപ്പെടും. കയറി വിടുമ്പോൾ ആ വീശലിൻ്റെ ഇടയിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ വിട്ടുകൊടുക്കും, എന്തായാലും വീണു. അപ്പം അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്താ പറയുക, അങ്ങനെ പറ്റുന്ന അടികൾ, അല്ലാതെ എന്നെ അടിക്കണം എന്ന് പറഞ്ഞ് വന്ന് അടിക്കുന്ന അടിയൊന്നും അടിക്കണം എന്ന് പറഞ്ഞിട്ട് അടിക്കുന്ന അടിയൊന്നുമല്ല. ഇങ്ങനെ കൈ വീശുമ്പം അവിടെ പോയി നിൽക്കുമ്പോൾ കൊള്ളുന്നതാണ്. അഖിലേട്ടൻ ഇങ്ങനെ വീശും, ചിലപ്പോൾ ഇങ്ങനെ നമ്മളിപ്പം പാറ്റേനെല്ലാം ഇങ്ങനെ തട്ടുമല്ലോ, അതേപോലെ തട്ടും. അപ്പോൾ ആ തട്ടുന്ന സമയത്ത് പിന്നെ വൈഫ് ഇതിലൂടെ പോകുമ്പോൾ മുഖത്ത് ഒന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് അടിക്കുന്നത്, അല്ലാണ്ട് അഖിലേട്ടൻ അടിക്കുകയും ചെയ്യില്ല. അഖിലേട്ടൻ അങ്ങനെ അടിക്കുന്നതല്ല, പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ചെയ്യുന്നതാണെന്നാണ് ഒരു വലിയ കാര്യത്തിൽ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറയുക കേട്ടോ. എങ്ങനെയായാലും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അത് ചെയ്തതും അടിച്ചതുപോലും ഭർത്താവിനെ ന്യായീകരിക്കുന്നത് കാണുന്നുണ്ട്. ഭയങ്കരം തന്നെ കേട്ടോ.